പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 21 and 26 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. അടുത്തത് പ്രമോദിൻ്റെ ലെറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സംശയം മാർക്കറ്റ് 4400 4200 ലെവലിലേക്ക് വരും എന്ന് എല്ലാ അനലിസ്റ്റുകളും പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം ഇപ്പോൾ സെല്ല് ചെയ്ത് ആ ഒരു ലെവൽ ബൈയിങ് നടത്താൻ പറ്റുമോ? അതോടൊപ്പം തന്നെ ഇൻഡെക്സിൽ ഒരു സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ 4400 200 വരുമ്പോൾ കവർ ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റിന് ആൻസർ പറയുക എന്ന് പറയുന്നത് മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു ആർക്കും പറയാൻ പറ്റില്ല. ഓരോ സമയത്തുണ്ടാകുന്ന എക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഈ നിലയിൽ നിന്ന് മാർക്കറ്റ് കൃത്യമായിട്ട് ഏത് ലെവൽ പോകുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ മാർക്കറ്റ് ഇല്ല. കാരണം എല്ലാവരും ബൈയിങ് ആണ്, ബൈയിങ് സൈഡിൽ നിൽക്കുമല്ലോ. അപ്പോൾ ഒരാളുടെ തിങ്കിങ് ഡൗൺ സൈഡ് പോകും എന്നാണെങ്കിൽ വേറൊരാളുടെ തിങ്കിങ് അപ്പ് സൈഡ് പോകുന്നത്. അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മോഡീസ് അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ US-ൻ്റെ റേറ്റിംഗ് കുറയ്ക്കുമെന്നോ മോഡീസ് ജപ്പാൻ്റെ റേറ്റിംഗ് കുറയ്ക്കുമെന്നോ നമുക്കൊരു 6 മാസം മുമ്പ് പറയാൻ പറ്റില്ല. അതാത് സാഹചര്യങ്ങൾ വരുന്ന ന്യൂസുകളാണ് മാർക്കറ്റിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ അദ്ദേഹം ഈ ഒരു റിസ്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും ഹൈ റിസ്ക് തന്നെയാണ്. ഒരു മാർക്കറ്റ് അങ്ങനെ അദ്ദേഹത്തിന് സെല്ലിംഗ് വേണമെങ്കിൽ ഈ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് ലഭിക്കുമ്പോൾ ഒരു എക്സിറ്റ് വേണമെങ്കിൽ അദ്ദേഹം നടത്തുക. അതിനുശേഷം റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. കറണ്ട് ലെവലിൽ നിന്ന് ഒരിക്കലും കയ്യിലുള്ള സ്റ്റോക്കുകൾ സെല്ല് ചെയ്തൊരു ബൈബാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം ആ റിസ്ക് എടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് 4400 4200 ഈ ഒരു ലെവലിൽ നിന്ന് ഇമ്മീഡിയറ്റ് താഴേക്ക് പോകാൻ സാധ്യത വളരെയധികം കുറവാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ വീണ്ടും ഒരു റിക്കവറി വന്നതിന് ശേഷം ഇക്കണോമിക് സിറ്റുവേഷൻ വീണ്ടും മോശമാകുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് മാത്രം ഒരു മൂവ് നടത്തുകയാണ് നല്ലത്. അതല്ല എങ്കിൽ ഞാൻ 5390 ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോൾ ഉണ്ടാകുമെന്ന് ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നു. അന്നൊരു സ്ട്രാറ്റജിയും പറഞ്ഞിരുന്നു. കാരണം 5400 മാർക്കറ്റ് 450 ഉണ്ടായിരുന്ന സമയത്താണ് 5700 ഒരു കോൾ ഓപ്ഷനും 5000 ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക എന്ന് ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജിയാണ്. കാരണം മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പുട്ടിൽ ബെനിഫിറ്റ് കിട്ടും. ഹയർ ലെവലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ 27 റുപ്പീസ് ആയിരുന്നു പ്രീമിയം, അത് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ ലിമിറ്റഡ് റിസ്ക് ആണ്. മാർക്കറ്റ് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ വരുമ്പോൾ നമുക്ക് വലിയൊരു ഗെയിൻ കിട്ടും. സെയിം സ്ട്രാറ്റജി അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. 4400 ഒരു പുട്ട് ഓപ്ഷനും 5200 ഒരു കോൾ ഓപ്ഷനും ബൈ ചെയ്ത് ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജി എടുക്കുക. അപ്പോൾ മാർക്കറ്റ് ലോവർ ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ്റെ 20 റുപ്പീസ് മാത്രമേ നഷ്ടപ്പെടൂ. അതേസമയത്ത് പുട്ട് ഓപ്ഷന് ഈ 4400 വരികയാണെങ്കിൽ വലിയൊരു ഗെയിൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികം സ്ട്രാറ്റജിക്ക് പോകാതെ ഈ രീതിയിൽ ഒരു സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന് മാർക്കറ്റ് അത്രത്തോളം ലോവർ ലെവൽ പോകുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 4400 ഒരു പുട്ട് ഓപ്ഷനും 5200 ഒരു കോൾ ഓപ്ഷനും ബൈ ചെയ്ത് ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജി എടുക്കുക. അതായിരിക്കും റിസ്ക്. ബ്ലൈൻഡായിട്ട് ഒരു കാരണവശാലും റിസ്ക് ഈ ഒരു സാഹചര്യത്തിൽ അഡ്വൈസബിൾ അല്ല. അടുത്തത് സാമുവലിൻ്റെ ലെറ്ററാണ്. എല്ലാം ഒരേ പാറ്റേണിലുള്ള ലെറ്ററാണ്. ആളുകളൊക്കെ തന്നെ വളരെ പാനിക്കാണ്. കാരണം കയ്യിലുള്ള സ്റ്റോക്കുകൾ സെല്ല് ചെയ്യട്ടെ എന്നാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. കാരണം കാണുന്ന ന്യൂസുകളും കേൾക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെയധികം നെഗറ്റീവാണ്. ചിലപ്പോൾ ഇതൊരു മാർക്കറ്റിൻ്റെ ടേൺ പോയിൻ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ചുകൂടി മാർക്കറ്റ് ഒരു ലോവർ ലെവൽ പോയാൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ എഫ് ആൻഡ് ഒ മാർജിനൊക്കെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ ഫേസ് ചെയ്യുന്ന പ്രശ്നം. കാരണം മാർക്കറ്റിൽ സ്പെക്കുലേഷനാണ് മാർക്കറ്റിനെ ഇത്രയും ഹയർ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊരു കുറവ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു മാർജിൻ സിസ്റ്റവും എഫ് ആൻഡ് ഒ മാർജിൻ സിസ്റ്റവും എഫ് ആൻഡ് ഒയുടെ ഈ ഫൈൻ വരുന്നതൊക്കെ അതൊരു സ്പെക്കുലേഷൻ കുറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതാണ് മാർക്കറ്റിനെ വീണ്ടും ലോവർ ലെവലിലേക്കും പുതിയ ന്യൂസുകളൊക്കെ വരുന്നത്. നിക്ഷേപകർ വളരെയധികം പാനിക്കാകുകയാണ്. നിക്ഷേപകരോട് പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കൊണ്ട് റിട്ടേൺ പ്രതീക്ഷിക്കരുത്. അടുത്തൊരു 5 years എന്നുള്ള രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. മൾട്ടി ഫോൾഡ് റിട്ടേൺ നിക്ഷേപകർ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലോവർ ലെവലിൽ വരുന്ന അവസരം സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാനല്ല, സ്റ്റോക്കുകൾ ബൈ ചെയ്യാനുള്ള അവസരമായിട്ട് കാണുക. നിക്ഷേപകർക്കറിയാം 5700 ലെവൽ വന്നപ്പോൾ മാർക്കറ്റ് വാച്ച് പലപ്പോഴും പറഞ്ഞിരുന്നു ഇതൊരു ഹൈ റിസ്ക് ഏരിയയാണ്, കയ്യിലുള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ. എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് പറയുന്നു നമ്മൾ ലിവറേജ് എടുക്കാതെ കയ്യിലുള്ള ഫണ്ടിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരികളാണ് എല്ലാം തന്നെ. ആദ്യമായിട്ട് കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് വളരെ സേഫായിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. ലാസ്റ്റ് റിസൾട്ട് പോലും നല്ലതായിരുന്നു. കാരണം ചെറിയൊരു പ്രൊവിഷനിങ് വെച്ചതുകൊണ്ടാണ് ചെറിയൊരു പ്രോഫിറ്റിലൊരു കുറവ് സംഭവിച്ചത്. 404 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 400 ആണ് ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ലെവൽ. 440 and 456 രണ്ട് റെസിസ്റ്റൻസ് ആണ്.
ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് 9140 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 82 ആണ്. 82 എന്ന് പറയുന്നത് മാർക്കറ്റിൽ വലിയൊരു സെല്ലിംഗ് വരികയാണെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതല്ല എങ്കിൽ ഈ ഒരു കറണ്ട് ലെവൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ് സിൻഡിക്കേറ്റ് ബാങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 99 ആൻഡ് 106 ആണ് രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നത്. ദെൻ KPIT കുമിൻസ് ആണ്. ഗ്ലോബൽ IT കൺസൾട്ടൻസി സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഇതിലൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടും ഫോക്കസ്. സെമി കണ്ടക്ടർ സെക്ടറിലൊക്കെയാണ് KPIT കുമിൻസിൻ്റെ പ്രധാന ഫോക്കസ്. 120 ആണ് ഈ സ്റ്റോക്കിൻ്റെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ. തീർച്ചയായിട്ടും 120 വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ് KPIT കുമിൻസിൽ. 160 ആൻഡ് 185 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ എജ്യൂകോംബ് ആണ്. എജ്യൂകോംബ് റെയ്ഡ് അങ്ങനെയുള്ള FISൻ്റെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. 199 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ ഇപ്പോഴും ഈ സ്റ്റോക്കിലുണ്ട്. പക്ഷേ വാല്യുവേഷൻ ലോവർ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 180 ലെവൽ വരുമ്പോൾ ഒരു ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് ആണോ എന്ന് ചോദിച്ചാലല്ല, റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. 180 ലെവൽ. 264 ആൻഡ് 311 വളരെയധികം ഹയർ ലെവലിലാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. കാരണം ഹൈ ബീറ്റ സ്റ്റോക്കാണ്. വളരെയധികം ഡൗൺ സൈഡിലേക്ക് വന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു റിക്കവറി വരികയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി വരാനുള്ള സാധ്യതയുണ്ട്. കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, KPIT കുമിൻസ്, എജ്യൂകോംബ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ നല്ല സ്റ്റോക്കുകളാണ്. ഒരു കാരണവശാലും ഈ ഒരു ലെവൽ അദ്ദേഹം ഈ സ്റ്റോക്കുകൾ സെല് ചെയ്ത് മാറരുത്. അങ്ങനെ മാറാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് റിക്കവറി വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക. ദെൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അടുത്തത് എബ്രഹാമിൻ്റെ ലെറ്ററാണ്. അദ്ദേഹം കോൾ ഇന്ത്യ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ രണ്ട് സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത്. കോൾ ഇന്ത്യ നമുക്കറിയാം ലാസ്റ്റ് മാർക്കറ്റ് ക്യാപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് റിലയൻസിനെ പിന്തള്ളി വന്നിരുന്നു. എന്നാൽ ആ സമയത്താണ് ജാർഖണ്ഡിൽ 22ഓളം ഇവരുടെ ഖനികൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ബാൻ ചെയ്യണം അല്ലെങ്കിൽ അടച്ചുപൂട്ടണം എന്നുള്ള ന്യൂസ് വന്നപ്പോൾ ഈ സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. 40,000 ടണ്ണിനടുത്ത് ഈ ഒരു അടച്ചുപൂട്ടലുണ്ടായാൽ ഇതിൽ കുറവ് വരാം. അത് ചെറിയ രീതിയിലെങ്കിലും ഇവരെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കാം. എന്നാലും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഈ ഒരു മാർക്കറ്റ് ക്രാഷിൽ പോലും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സ്റ്റോക്കാണ്. വേൾഡിലെ തന്നെ സിംഗിൾ ലാർജസ്റ്റ് കോൾ മൈനിങ് പ്രൊഡ്യൂസറാണ്. 80% ഇവരുടെ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ. ദെൻ 390, 420 രണ്ട് റെസിസ്റ്റൻസ് ആണ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ മാത്രം ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ദെൻ റിലയൻസ് കമ്മ്യൂണിക്കേഷനാണ്. ഈ ഒരു അനിൽ അംബാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ ലാസ്റ്റ് ഫ്രൈഡേ വളരെയധികം ലോവർ ലെവലിലേക്ക് പോയിരുന്നു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ കറണ്ട് ലെവൽ 72.20 ആണ്. 71 ലെവൽ സേഫ് ആയിട്ടുള്ളൊരു എൻട്രിയാണ്. കാരണം ഈ ഒരു സെക്ടർ തീർച്ചയായിട്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം സ്റ്റോക്കും വളരെയധികം ലോവർ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൾ ഇന്ത്യ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ തന്നെയാണ്. 71 ലെവൽ. 88 ആൻഡ് 97 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ഈ രണ്ട് സ്റ്റോക്കുകൾ വളരെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. എല്ലാ നിക്ഷേപകർക്കും അടുത്തൊരു ലോവർ ലെവൽ വരുമ്പോൾ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ സപ്പോർട്ട് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരു മാർക്കറ്റ് ഒരു ഓവർ സോൾഡ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നമുക്കൊരു റിക്കവറി പ്രതീക്ഷിക്കാം. എന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം സിറ്റുവേഷൻസ് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ അതുപോലെ RBIയുടെ റേറ്റ് ഹൈക്ക് ഇതൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് എടുത്തുള്ളൊരു ട്രേഡ് ഇപ്പോൾ അഡ്വൈസബിൾ അല്ല. കയ്യിലുള്ള ഫണ്ടിൻ്റെ പെർസെൻറ്റേജ് വൈസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കും. വളരെ കെയർഫുള്ളായിട്ട് നെക്സ്റ്റ് വീക്കൊക്കെ മൂവ് ചെയ്യുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.